പാലക്കാട്ട് പി സരിനു വേണ്ടി സന്ദീപ് വാര്യരെ വർഗീയവാദിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള സുപ്രഭാതത്തിലെ പരസ്യത്തിന്റെ വിവാദങ്ങളിൽ മുങ്ങിത്താഴുകയായിരുന്നു സമസ്ത നേതൃത്വം. പക്ഷേ ഫലം വന്നപ്പോൾ സമസ്ത നിലപാട് മാറ്റി. LDFനെ പഴിച്ചും UDFനെ പുകഴ്ത്തിയും എഡിറ്റോറിയൽ എഴുതി. ഇത് പരസ്യവിവാദത്തെ തണുപ്പിക്കാനുള്ള തന്ത്രമാണെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെയാണ് സമസ്ത അധ്യക്ഷനെതിരെയുള്ള PMA സലാമിന്റെ കുറ്റപ്പെടുത്തൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചത് പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ്. സമസ്തയിലെ ലീഗ് അനുകൂലികളായ നാസർ ഫൈസി കൂടത്തായിയും മുഹമ്മദ് ഫൈസി ഓണംപിള്ളിയും സലാമിനെതിരെ രംഗത്തെത്തി. ഇതോടെ മയപ്പെടുത്തിയ മറുപടിയാണ് സലാമിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത്രത്തോളം അപമാനിച്ച മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം 3ാം സ്ഥാനത്ത് പോയത്. ഞാൻ ഉദ്ദേശിച്ചതും പറഞ്ഞു അത് തന്നെയാണ്. ആ പ്രസ്താവന ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങളുടെ ജിഫ്രി തങ്ങളുടെ പേരിലാക്കി മാറ്റുന്നവരാണ് ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ ജിഫ്രിയെ അപമാനിക്കുന്നത്. സലാമിന്റെ സമസ്ത വിമർശനം തള്ളിയ PK കുഞ്ഞാലിക്കുട്ടി പാർട്ടി നിലപാടല്ലെന്നായിരുന്നു പ്രതികരിച്ചത്. PMA സലാം അത് ഒരു വിധത്തിൽ നിഷേധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആളുകൾ കരുതുന്നത് കൊണ്ട് അത് ഒന്നുകൂടി അടിവര ഇട്ട് പറയുകയാണ്. അതിനെ പാർട്ടി ഫോൺ ചെയ്യുന്നില്ല. ലീഗ് സമസ്ത പോര് തുടരുന്നതിനിടെ PMA സലാം ജിഫ്രി തങ്ങൾക്കെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ തലവേദനയിലായിരിക്കുകയാണ് മുസ്ലിം ലീഗ്. നേരത്തെ സാദിഖ് അലി തങ്ങൾക്കെതിരെ സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം വിവാദ പരാമർശം നടത്തിയപ്പോൾ ലീഗ് അതിനെ ഗൗരവമായി കണ്ടെങ്കിലും നടപടിയെടുക്കണമെന്ന് വാശി പിടിച്ചിരുന്നില്ല. ഇപ്പോൾ സലാമിന്റെ പരാമർശം സമസ്ത നേതാക്കൾക്ക് വീണു കിട്ടിയ ആയുധവുമാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.